സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് മൈൻക്രാഫ്റ്റ് അടുത്തൊരു പാടായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രാഗനെ കൊല്ലാൻ പോകും. ഈ വീട്ടിൽ തുടങ്ങിയിട്ട് ഇന്ന് 100ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ നേരെ ഡ്രാഗനെ കൊല്ലാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി ദിവസം കഴിഞ്ഞാൽ നമുക്ക് നല്ല എൻചാൻമെൻറ്റ് കിട്ടിയാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇതിമ്മയും അതുപോലെ തന്നെ ഇതിമ്മയും നല്ല എൻചാൻമെൻറ്റ് ഇട്ടുണ്ട്. ഇത് ഈ സാൻഡോടെ നിന്ന് കിട്ടിയതാണ്. ഇന്ന് ഈ എൻചാൻമെൻറ്റ് തന്നെ കിട്ടാൻ നല്ല കഷ്ടപ്പെട്ടു ഗൈസ്. കുറേ വട്ടം സോംബിനെ ഒന്ന് 4 XP ഉണ്ടാക്കിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയത്. അങ്ങനെ ഇനി ഇതൊക്കെ നല്ല ഇതുപോലത്തെ നല്ല എൻചാൻമെന്റ് കിടാൻ നിൽക്കുകയാണെങ്കിൽ ഗൈസ് കുറേ സമയം എടുക്കും. കുറേ സമയം എന്ന് വെച്ചാൽ 100ാം ദിവസം നേരെ ഗൈസ് ചിലപ്പോൾ 200ാമത്തെ ദിവസം വരെ എടുക്കും ആ സോമിനെ കൊണ്ടെടുക്കുകയാണ്. അത്രയ്ക്കധികം സമയം എടുത്തു ഗൈസ്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇത് വെച്ച് ആ സോമിനെ കൊല്ലാൻ പോകും ഗൈസ്. അപ്പോൾ നമ്മുടെ അയൺ ആർമറിനോട് ടാറ്റ പറയാം. ഇതെടുത്തിട്ട് ഷീൽഡ് ചെല്ലുന്നുണ്ടോ ഗൈസ്? ഷീൽഡൊക്കെ ആവശ്യം വരും. നമുക്ക് കാശോ സാധനങ്ങളായി തന്നെ എടുക്കാം ഗൈസ്. ഓക്കെ, എത്ര സാധനം മതി എന്ന് തോന്നുന്നു. കുറച്ചുകൂടി ഫുഡ് എടുക്കാം ഗൈസ്. വെയിറ്റ് ഫുഡ് നമുക്ക് ഇതുവരെ എടുക്കാം. ഇനി നമുക്ക് സ്മെൽ ചെയ്യാൻ നിൽക്കണം ഗൈസ്. വേണ്ട, അത്ര മതി ഗീസ്. നമ്മൾ ബെഡ് എടുത്തിട്ടുണ്ട് ഗീസ്. നമ്മൾ ചാവാണെങ്കിൽ നമുക്ക് വലിയ സീനൊന്നുമില്ല. നമുക്ക് ലൊക്കേഷനൊക്കെ അറിയാം ഗീസ് ഈ വീടിൻ്റെ. നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പിൾ ഇവിടുന്ന് എറിഞ്ഞു പോയില്ലേ. അതേപോലെ അങ്ങോട്ടാണ് ഗീസ് നമുക്ക് പോകണ്ടേ. വെള്ളത്തോടെ കുറേ പോകേണ്ടി വരും ഗീസ്. അപ്പോൾ നമുക്കൊരു ബോട്ടിൻ്റെ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ വീടെ ബൈ ഞാൻ കുറച്ച് സീറ്റ് ഉണ്ടാവില്ല. ഇങ്ങോട്ടാണ് ഗീസ്. അപ്പോൾ ഫൈനലി നമ്മുടെ 100ാമത്തെ ദിവസം ഗീസ്. 100ാമത്തെ ദിവസം നമ്മൾ ഡ്രാഗനെ കൊല്ലാൻ പോണ്. വെയിറ്റ് ഇതിനോട്ട് റൂ ഉണ്ട് പോർട്ടിൽ. ഞാൻ ഇത്ര നാളായിട്ടും കണ്ടിട്ടില്ല. എന്തായാലും നല്ല കാര്യത്തിന് പോവല്ലേ, ഇത് വന്നിട്ട് പോവാ. നമുക്ക് ഗോൾഡൻ കാറ്റ് കിട്ടിയോ? മോനെ മതി, സെറ്റ്. ഓക്കെ, പോവാ. നമുക്ക് 7 ഗോൾഡൻ കാറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കരയുടെ പോകണമെന്ന് തോന്നുന്നു. നമുക്ക് ഈ സ്ട്രേറ്റ് ലൈൻ തന്നെ പോകാൻ നോക്കാം കേസ്. മാക്സിമം നമ്മളിത് അധികം അറിയണില്ല കേസ്. നമ്മുടെ 14 എന്നാലും പറയാൻ പറ്റില്ല കേസ് എവിടെയാ സാധനം വരാന്ന്. ചിലപ്പോൾ നല്ല ദൂരെയാവും കേസ്. നമ്മൾ നിൽക്കുന്ന ഒരു ഐലൻഡിലാണ്. എന്തായാലും നമ്മൾ കുറേ പോകുമ്പോൾ എന്തായാലും വെള്ളം വരും കേസ്. അത് ബോട്ട് കയ്യിൽ പിടിക്കുന്നത് നല്ലതാണ് കേസ് എപ്പോഴും. നമുക്ക് ഈ സ്ട്രേറ്റ് ലൈനാണ് പോകേണ്ടത്. അപ്പോൾ മിക്കവാറും കടലിനുള്ളിലായിരിക്കും ഗീസ്. മിക്കവാറും നെതർ ഫോർട്രസ് ഉണ്ടാവാം. ഫോർട്രസ് അല്ല ഗീസ്, പോകേണ്ട സ്ഥലം. അതിന് രാത്രിയാ പറയും. അത്യാവശ്യം ദൂരം വന്നിട്ടുണ്ടെന്ന് തോന്നണം ഗീസ്. ഒരു നോടി എറിഞ്ഞു നോക്കാം നമുക്ക്. എടിയോ പോണേ. ഓക്കെ, നമ്മൾ കഴിഞ്ഞു വന്നു. ഇവിടെ വെള്ളത്തിൽ തന്നു. വെള്ളത്തിൽ പോലെ വായോ. നമ്മൾ കുറച്ചധികം ദൂരം തന്നെ കഴിഞ്ഞു വന്നതുകൊണ്ട് ഇപ്പോൾ എടുത്താണ് അത്. ശരിക്കും കുറച്ചടി പെട്ടെന്നിട്ട് എറിഞ്ഞു നോക്കാം. ബാക്കോട്ട് പോകണ നേരത്തെ നമ്മൾ തിരിയും കേസ്. ഓക്കെ, ഫ്രണ്ടിലേക്ക് ഇനി ഇപ്പോഴും പോണേ. എന്നിട്ട് ഒന്നിട്ട് കയറിയ ഇപ്പോൾ ബാക്കോട്ടാണ് കേസ് പോണേ. ഇവിടെ ആയിട്ടാണ് കേസ് നമ്മളിപ്പോൾ സാധനം പറഞ്ഞേ. കേസ് ഇവിടെ ആയിരിക്കും കേസ് മിക്കവാറും വരാം. ഇവിടെ ഒരു ബ്ലോക്ക് എടുത്ത് ചുറ്റും പണിത് എന്നിട്ട് വെള്ളം കളയണം. അതൊക്കെ എങ്ങനെ കളയും? കുറച്ചുകൂടി വാട്ടർ ബക്കറ്റ് എടുക്കേണ്ടതായിരുന്നു കേസ്. ഒരു ട്രിക്ക് തോന്നുന്നുണ്ട്. കളഞ്ഞിട്ട് കളഞ്ഞ് കയറി ഭാഗം അടച്ച് വെള്ളം കോരി. ഓക്കെ, സെറ്റ്. ഇനി വെള്ളം ഞാൻ എങ്ങനെ കളയും? ഇവിടെ ഒരു കുഴി കൊടുത്താൽ കേസ്. എന്നിട്ട് ഈ വെള്ളം ഒഴിച്ച് കളഞ്ഞ് അടച്ച്. എൻ്റെ ബുദ്ധി വിമാനം തന്നെ. പിക്കാക്സ് എടുത്ത് അയ്യോ ഗ്രാവലായിരുന്നു കേസ്. നമുക്ക് ഗ്രാവലോട് എടുക്കേണ്ടതായിരുന്നു കേസ്. സ്ട്രൈറ്റ് ആയിട്ട് പോകണ്ട കേസ്. മിക്കവാറും നമ്മൾ വേറെ എവിടെയെങ്കിലും എത്തും. സ്ട്രൈറ്റ് പോയാൽ ഓക്കെ, എത്തി. തന്നെ ഇവിടെ ഉണ്ട് കേസ്. അയ്യോ, ഫസ്റ്റ് എനിമി പോടാ. ഓക്കെ, കഴിഞ്ഞു. സീതാനെ പൊട്ടിച്ചപ്പോ നീമികളാവുന്നേ എന്ത്? ഇത് ഓൾറെഡി ഇൻഫെക്റ്റഡ് ആണോ? നോക്കാൻ നിൽക്കണല്ലേ ഞാനിപ്പോൾ. പൊട്ടിച്ചിട്ട് പോവാ നമുക്ക്. നമുക്ക് ഈ മേസി ചെത്തി നെയ്സ് വെറുതെ കൊതിപ്പിക്കാനായിട്ട് മനുഷ്യനെ. ഓക്കെ, ഇനി ഇവിടുന്ന് ഈ ലൂപ്പിന് എക്സിറ്റ് ആണോ ഗീസ്? അതാണ് അടുത്ത ടാസ്ക്. എൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടാ? എൻ്റെ അവിടെ മണ്ണ ദേ വേണം മീ പോടാ. ഞാൻ പോണു. ഈ കേസ് അമ്മീനോട് ഫൈറ്റ് ചെയ്യേ. അത് വന്നാ ഭാഗ്യം വന്നിട്ടില്ല കേസ്. ഇടിക്കേണ്ടതുണ്ട്. ആടിയിലും അടിയുണ്ട്. അയ്യോ, അടി പോലെ. ഇവിടെ ചെസ്റ്റ് ഉണ്ട് കേസ്. വെയിറ്റ്. ഇതിൻ്റെ പകുതി ഗുഹയുടെ ഉള്ളിലാണ് കേസ്. വെയിറ്റ്, നമുക്ക് ഇതിന് പുറത്തുനിന്ന് ആരും കാണാൻ പറ്റുമോ? അത് നോക്കട്ടെ കേസ്. വിജമിച്ച് എടുക്കണം കേസ് എല്ലാ സ്ഥലത്തും. അടുത്ത ടെസ്റ്റ് ബ്രെഡ് കോൾ വേണം. ടോർച്ച് വേണ്ടിയിരിക്കും കേസ് നമുക്ക്. വെയിറ്റ് ചെയ്തേനെ മറ്റേത് റൂം. ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം ലൂട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് കേസ്. ഞാനൊരു ചെസ്റ്റ് സ്മിത്ത് വിട്ട് ടെംപ്ലേറ്റ് കിട്ടി. നമുക്ക് ആവശ്യം വരും. മാപ്പ് ചെന്നോട്ടെ. ബുക്ക് വേണ്ട കേസ്. നമുക്ക് ബുക്കൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളുണ്ട് കയ്യിൽ. ഇനി ഇവിടെ ആയിരിക്കും കേസ് ഉണ്ടാവുക ലൂട്ട്. നേരെ പേഴ്സിങ് 3 മെൻഡിങ് സ്മൈത്ത് 4 അടുത്ത ടെംപ്ലേറ്റ് കോമ്പസും.
കുറെ സാധനം കിട്ടണ്ടേ, നമ്മുടെ ഇൻവെന്ററി ഓൾറെഡി ഫുൾ ആവാറി. ഇത് കുറച്ച് എടുത്തിട്ട് പോകാം ഗൈസ്. ഈ ബുക്ക് ആവശ്യം വരും വീട്ടിൽ. ഒരു സെക്കൻഡ് മേലെ കിട്ടിണ്ടേ, അതൊക്കെ മതി. ഇത് കൊണ്ട് പോവാ. ഇവിടെ ഫുള്ള് കേവാണ് ഗൈസ്. ഇത് ഫുള്ളായിട്ട് സ്പോൺ ആയിട്ടില്ല ഇവിടെ. അതന്നെ തന്നെ 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 അങ്ങോട്ട് വഴിയില്ല ഗൈസ്. നമുക്ക് വഴി ഉണ്ടാക്കി പോകേണ്ടി വരും. സ്പോണർ ആക്ടിവേറ്റ് ചെയ്യും. സ്പോണർ ആക്ടിവേറ്റ് ചെയ്യും. ഇപ്പം ആക്ടിവേറ്റ് ആവില്ല. ഞാൻ ഇപ്പം എങ്ങനെ അങ്ങോട്ട് പോകും? ഞാനാണെങ്കിൽ ട്രൈ എടുത്തില്ല ഗൈസ്. വെയിറ്റ്, ഇവിടെ ജസ്റ്റ് ഉണ്ട്. ഉള്ള എൻ്റർപേൾ കിട്ടി. സെറ്റ് കൃത്യം ടൈമിൽ കിട്ടി എൻ്റർപേൾ. ഇപ്പം എന്ത് കളയും? ഇങ്ങോട്ടെ ഫുഡ് ആയോ? ഫുഡിൻ്റെ ആവശ്യം വരും. കഴിഞ്ഞ് എറിഞ്ഞ് സെറ്റ്. ഇത് വേഗം പൊട്ടിച്ചാളാം. ഓക്കെ, ഒന്ന് സ്പോൺ ആയില്ലേ ഗൈസ്. കൃത്യം പൊട്ടിച്ചു. കണ്ടാ, നമുക്ക് ഒട്ടും ബാക്കി. ഞാൻ പറഞ്ഞില്ല ഒരെണ്ണം മാത്രം ഉണ്ട് ഗൈസ്. സമയം ബാക്കി ഒന്നില്ല. കുറെ കുറഞ്ഞ നന്നായി ഗൈസ്. എന്തായാലും മൂടാം. അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും അതിനുള്ളിൽ വീഴും ഉണ്ടാക്കണം നേരത്ത്. ഓക്കെ, ബെഡ് അവിടെ വെച്ച് ഒരു സെറ്റ് ചെയ്ത്. ഓ, ഇന്ന് രാത്രി ആവട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ കൊല്ലണ നേരത്തെ മിക്കവാറും ചാവാൻ ചാൻസ് കൂടുതലാണ് ഗൈസ്. ചാവണ നേരത്തെ ഇവിടെ സ്പോൺ ആയാൽ നല്ലതാണ് ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോയി പിന്നെ സ്പോണായിട്ട് വെറുതെ നടന്നു വന്ന് വയ്യുണ്ടാവും ഗൈസ്. കഴിഞ്ഞിട്ട് നമ്മൾ 100ാമത്തെ ദിവസം ഗൈസ്. നമ്മൾ ഈ സാധനം കംപ്ലീറ്റ് ചെയ്തിട്ട് രാത്രി ആവട്ടെ ഗൈസ്. ഒന്ന് ഇതൊക്കെ ഒന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ. ഇതിനുള്ളിൽ പിന്നെ സോംബീസ് ഒന്നും ഇല്ല ഗൈസ്. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഇങ്ങനെ വിട്ടാണ് ഗൈസ് നിൽക്കണേ. അവിടെ നമ്മൾ അവിടെ നോക്കിക്കാനേ പറ്റുള്ളൂ ഗൈസ്. നമുക്ക് ചെസ്റ്റ് കൂടി എടുക്കായിരുന്നു ഗൈസ്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് പോയിരുന്നു. എല്ലാം കൂടെ അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഗൈസ്. ഇല്ലാണെങ്കിൽ കുറച്ച് ഫുഡുള്ളൂ. ഫുഡ് ഇവിടെ തന്നെ കിട്ടാൻ ചാൻസ്. വെയിറ്റ് നമ്മൾ നേരത്തെ കണ്ട റൂമിൽ മിക്കാണ് ഫുഡ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഫുഡ് കളക്ട് ചെയ്തിട്ട് വരാം ഗൈസ്. സോംബീസിനെ ഒന്നും കാണാനില്ല. വേഗം പിടിച്ചെടുത്തോ. കുറച്ചെടുത്തിട്ടുണ്ട്, അത് മതിയും തോന്നുന്നുണ്ട്. അത് വെച്ചൊരു ക്രാഫ്റ്റ് ലെവൽ ഉണ്ടാക്കിയിട്ട് അതിന് തന്നെ ജസ്റ്റ് ഇവിടെയൊക്കെയാ. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറെ കളിക്കേണ്ടി വരും കിട്ടണമെങ്കിൽ. അങ്ങനത്തെ സാധനം എടുത്ത് വെക്കാം ഗൈസ് നമുക്ക്. ബാക്കിയുള്ള ആവശ്യമുള്ള സാധനമാണ് ഗൈസ്. ഓക്കെ, ഫൈനലി കുറെ നേരത്തിന് ശേഷം രാത്രി. ഞാൻ അധികം നേരം സമയം പറഞ്ഞാൽ പിന്നെയും കുറെ സമയം പോകും ഗൈസ്. ഈ ബ്ലോക്ക് ഒന്ന് എടുത്ത് വെക്കട്ടെ. ഈ ബ്ലോക്കിൻ്റെ ആവശ്യമില്ല നമുക്ക്. ചെയ്തോട്ടെ. ഓക്കെ, ഫൈനലി ഗൈസ് നമ്മൾ എൻഡ് ഡിമെൻഷനിലേക്ക് എത്തി. ഒരു മത്തങ്ങ കിട്ടിയെങ്കിൽ അതെടുത്ത് തലയിലിടായിരുന്നു ഗൈസ്. കുറെ ഡ്രാമൻ ഉണ്ടോ ഗൈസ് ഇവിടെ? അതൊന്നും നമ്മൾ ഡ്രാഗനെ മരിക്ക് കൊല്ലാൻ പോലും സമയക്കില്ല ഗൈസ്. പരമാവധി നോക്കാം ഗൈസ്. നമ്മൾ മത്തങ്ങ എടുക്കാൻ മറന്നുപോയി. ഓക്കെ, ഡ്രാഗനെ കണ്ടു ഗൈസ്. അല്ല ബ്രോ, ഇന്ന് നിന്റെ അവസാനം നോക്കിക്കോ. ഞാൻ നിന്നെ എന്തായാലും കൊന്നിരിക്കും. ഇതുകാലം വരണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗൈസ്, നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഡ്രാഗനെ കൊന്നെങ്കിൽ 4 പേര് അതിനെ കൊന്നാൽ അത് ചാവില്ല. അപ്പോൾ അതിന് തന്നെ ഈ സാധനം പൊട്ടിക്കണം. അപ്പോൾ അതിന് ഫസ്റ്റ് ഗൈസ് നമ്മൾ വാട്ടർ ബക്കറ്റ് എടുത്ത് പൊട്ടിക്കലാണ്. പിന്നെ കുറെ വാട്ടർ ബക്കറ്റുള്ള കാരണം ഇങ്ങനെ വെച്ച് കയറി മേലെ വെച്ച് കയറി ഇങ്ങനെ കൊള്ളുന്നതാണ് ഗൈസ് നല്ലത്. അമ്പ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ഉന്നയതുണ്ട് ഗൈസ്. 5-6 വട്ടം വെച്ച പോലെ ഒരെണ്ണം മുട്ടില്ല. പോടാ ഭാഗ്യം. ഇതാണ് ഈ സീഡ് ഡ്രാഗൻ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം. നമ്മളെടുത്ത് എറിയും ഡ്രാഗൻ. കയറി പൊട്ടിച്ച് വെള്ളം കോരി എടുത്തു പോവാ. സെറ്റ്. ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ് നമ്മൾ. എന്നെ മരിക്കുമ്പോൾ എറിഞ്ഞൊന്നുണ്ട്. കണ്ടാ, അതൊന്നും അറിയാം. നമുക്ക് ബഡ്ഡീസാണ് ഗൈസ്. നമുക്കെല്ലാം അറിയാം. ഓക്കെ, ഇത് ഞെക്കി എങ്ങനെ ഫൈനലെല്ലാം പൊളിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി എല്ലാ സാധനം പൊളിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഡ്രാഗനെ വന്നാൽ മതി ഗൈസ്. അവിടെ പോടാ. അവിടെ എന്നെ കണ്ടു. എന്താ എനിക്ക് ഇത് ഇഷ്ടമില്ലാത്ത ഗൈസ്. ഇവിടെ എൻ്റെ 100 IQ ബുദ്ധി ഞാനിവിടെ ഉപയോഗിച്ച്. ഇനിയൊക്കെ തീർന്നു. ഇനിയൊക്കെ എണ്ണം കൂടി വരുന്നുണ്ടാ. ഒരു കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഇവിടെ 2 ഫാമായിട്ട് കരുതിക്ക്. നീ ചത്തു. 3ാമത്തെ വന്നപ്പോൾ 2 കിട്ടി. ഫസ്റ്റ് അമ്പത്തിന് വിളിക്കാം ഗൈസ്. നമുക്ക് അമ്പതിന് കുറച്ചുള്ളൂ കൊണ്ടിരിക്കാൻ വേണ്ട. അവിടെ കുറച്ചുണ്ടുള്ളൂ ഗൈസിന്. ഉണ്ടല്ല വില്ലെന്നല്ല പറയാ. അതുകൊണ്ട് ആ കൊണ്ടു ഫസ്റ്റത്തെ ഞാൻ ഇതുവരെ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല ഗൈസ്. ബോ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. ആദ്യമായിട്ട് ഞാൻ ഇതിനെ ഉപയോഗിച്ചു. ഓക്കെ, അടിക്കൽ എൻ്റെ ഉണ്ട്. എൻ്റെ അവിടെ അവിടെ പോയിടാ. അത് കൊണ്ടിരിക്കുക. ഓക്കെ, അയ്യോ ഫ്രണ്ടിൽ പോയി നിൽക്കല്ലേ. ഫ്രണ്ടിൽ പോയി നമ്മൾ പറപ്പിക്കുള്ളൂ. MLG. ഓ ഭാഗ്യം. MLG വർക്ക് ചെയ്ത് കുറച്ച് ലൈഫിന് രക്ഷപ്പെട്ട് അടുത്ത ആളടുത്തല്ല എൻ്റെ അവിടെ. അപ്പേക്ക് നമുക്ക് കുറച്ച് എൻ്റർപോൾ കളക്ട് ചെയ്യാം ഗൈസ്. എത്തിക്കിറങ്ങി കുറച്ച് കൊട്ട് കൊടുക്കാൻ പറ്റും. നമുക്കിനി കുണ്ടി പോയി അടിക്കാം. പോടാ. ആണാണ്ടാ എൻ്റർപോൾ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഗൈസ്. നമുക്ക് അടിക്കാനുള്ള സമയം കിട്ടില്ലേ. നമ്മളതിൻ്റെ ബാക്കിൽ പോകുമ്പോഴേക്കും പറന്നു പോണത്. നമുക്ക് അടിയിൽ നിന്നാലും പോലെ. അടിയിൽ നിന്നാലും കൊല്ലാൻ പറ്റും തോന്നുന്നു. വെയിറ്റ് റെഡി ചെയ്യാം. ഇത് പൊട്ടിച്ചിട്ട് ഇവിടെ നമുക്കൊരു കൂടുണ്ടാകാം. ആ കൂടിനുള്ളിൽ നിൽക്കാം.
അധികം സീനില്ല എന്ന് തോന്നുന്നു. വെച്ച് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ കൊല്ലും. ഓക്കെ സെറ്റ് പൊട്ടിച്ച് ഓക്കെ എല്ലാം സെറ്റ് ആയിട്ട് നമ്മളിനി പറപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നണം ഇനി. ഓക്കെ 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 വർക്കായി അതിൽ തീർക്കാൻ പറ്റിയിട്ടില്ല നമ്മളെ. ഇതുപോലെ എന്താ മതി, ഇതാ നല്ലത്. കുറയണ്ട, നന്നായി കുറയുണ്ട് കേസ്. എന്നെ പോയ അതേ പോണ് പോലെടാ. ഓക്കെ ഒരു ഡാമേജ് തരാൻ പറ്റിയിരിക്കും സെറ്റ് ആയാലും നമുക്ക് ഒരു അടിപൊളിയും ഇതേ പോണ് കേസ് ഡ്രാഗൻ. ഇതാണ് കേസ് നമ്മുടെ ഡ്രാഗന്റെ തല. ഓടാണ് ഫുട്ബോൾ പോലെ തട്ട് കളിക്കുന്നു. ഇതാ പിന്നെ നമ്മളോടാണ് എൻ്റെ കളി. എത്ര എക്സ്പി കിട്ടി നോക്കാം കേസ് നമുക്ക്. 65 70 ആയാൽ മതിയായിരുന്നു. 66 67 70 ഇവിടെ ഡ്രാഗൻ്റെ മുട്ടയുണ്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് പൊട്ടിപ്പോവും. എന്നിട്ട് അവിടെ വരും. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഡിഗ് ചെയ്ത് ടോർച്ച് എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിൽ കിട്ടും അല്ലേ. സെറ്റ് നമ്മൾ മുട്ട കളക്ട് ചെയ്തേ. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ സിറ്റി ലൂട്ടിയാണ് ഗൈസ്. അവിടെ ആ പോർട്ടലോട് അൺലോക്ക് ചെയ്യുന്നുണ്ട്. അതൊന്ന് പോയി നോക്കി നോക്കാം ഗൈസ്. നമ്മൾ ചുറ്റും നമ്മൾ എടുത്തായിട്ട് എന്തെങ്കിലും അനുസരിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന്. നമ്മൾ ഇവിടുന്ന് നേരെ ഇവിടെ കുറച്ച് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം ഗൈസ്. ഇപ്പോൾ വരുമ്പോൾ ഇതിനോടേക്ക് തന്നെ വരണ്ടേ. ഇങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ സ്ഥലത്തേക്ക് എത്തി. ഇവിടെ നിന്ന് ചുറ്റൊരു സാധനം കാണാനല്ലേ. രണ്ട് ഡിസ്റ്റൻസ് ഒന്ന് ഫുള്ളാക്കിയിട്ട് അപ്ലൈ അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ PC കത്തും മിക്കവാറും. ബാക്ക് ടു ഗെയിം. ഓക്കെ ഇതേനാ. ഓക്കെ നമ്മുടെ പോടാ. ഓക്കെ നമ്മൾ തൊട്ടടുത്തുണ്ട് റിസോർട്ടം. അതിൽ ഷിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഷിപ്പ് ഇരിക്കുന്നത് കാണാണ്ടെങ്കിൽ അവിടെ നോക്കി കയറാം. നിങ്ങൾക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. കവർ ചെയ്തിട്ട് തന്നെ. അങ്ങനെ ഫൈനലി നമ്മൾ മൈൻക്രാഫ്റ്റ് ഹാർഡിൽ ഹാർഡ് 4 അല്ല വെറും ഹാർഡ് അതിൽ നമ്മൾ 100 ദിവസം സർവൈവ് ചെയ്തു. 100ാം ദിവസം ഡ്രാഗനും വന്നു. നമുക്ക് NCT ലൂട്ടിയാണ് ഉള്ളൂ. നമ്മൾ ഇന്ന് തന്നെ NCT ലൂട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈ വീഡിയോ മിക്കവാറും 1 മണിക്കൂറൊക്കെ ആകും. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതിനെ ബൈ.